ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് എടുക്കുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? നോ കോണ്ടാക്റ്റിൽ ഉള്ള വ്യക്തികൾക്കുള്ളതാണ്. ഓക്കെ, നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഉള്ള വ്യക്തികൾ ഈ റീഡിങ് കാണുക. ഓക്കെ, എന്ത് തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷനെ പ്രതി എടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷനെ പ്രതി എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? കറക്റ്റ് റീഡിങ് തരണേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കണമേ. പ്ലീസ് ഗൈഡ് മീ. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ അവരുടെ റിലേഷനെ ബേസ് ചെയ്ത്, ആ വ്യക്തിയെ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്ന കറക്റ്റ് തീരുമാനങ്ങളെ അറിയിക്കണമേ. താങ്ക് യു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Please guide me mother universe, 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 please guide me. കറക്റ്റ് റിസൾട്ട് നൽകണമേ. എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റിലുള്ള പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷനെ പ്രതി എടുത്തിരിക്കുന്ന കറക്റ്റ് തീരുമാനം എന്താണ്? എന്ത് തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ, ആ വീഡിയോ കാണുന്ന വ്യക്തിയെ പ്രതി എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമേ. എനിക്ക് കറക്റ്റായി ഗൈഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ശബ്ദമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. വന്നതിനായി നന്ദി. താങ്ക് യു. നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ദ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. 7 നമ്പർ എസ് കാർഡാണ്. ക്യാൻസർ വാട്ടർ സൈൻ. ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കറക്റ്റായ ആ ഒരു ചിന്തയിലും കാര്യങ്ങളും അവരത് നോക്കിക്കണ്ട് അവരുടെ സോളിനെ സെർച്ച് ചെയ്തു. അവരുടെ ആത്മാവിൽ എന്താണ് തോന്നുന്നത്? അവർ സ്വന്തം സോളിൻ്റെ വാക്കുകൾ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെയും മറ്റ് തേർഡ് പാർട്ടികളുടെ വാക്കുകളിലാണ് അവർ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ സോൾ എന്താണ് പറയുന്നത് അത് കേൾക്കാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾക്ക് സ്ഥാനങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിലയും തരാതെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും പോയിരുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ അവർ സ്വീകരിക്കുന്നതാണ്. ആ ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോവുകയും സ്പിരിച്വലിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മോട്ടിവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്പിരിച്വൽ ജേണിയും നിങ്ങളുടെ ഈ സെൽഫ് ലവുമാണ് നിങ്ങളുടെ ഈ പേഴ്സണെ ഈ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാക്കിയിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷനെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷനിലേക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി തരാൻ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഇതുപോലെയുള്ള സ്പിരിച്വലായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസാരത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നവർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻ മുന്നോട്ട് പോകുമോ, മറ്റ് ഇതുപോലെ
റിലേഷൻ്റെ സമയമൊക്കെ നോക്കുന്ന വ്യക്തികളെടുത്ത് നിങ്ങളുടെ പേഴ്സൺ ചെല്ലുകയും നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അവരിൽ നിന്ന് ലഭിക്കുകയും അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അവരുടെ ഉള്ളിൽ എന്താണോ അവരുടെ സോൾ അവരോട് സംസാരിക്കുന്നത്, ആ കാര്യങ്ങൾ, ആ ഭാഷ കേൾക്കാനാണ്, ആ ഒരു സംസാരത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെയും മറ്റു തേർഡ് പാർട്ടികളുടെയും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെയും ചിന്തകൾക്കനുസരിച്ച്, അവരുടെ ബുദ്ധികൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പേഴ്സൺ മാറ്റിയെടുത്തിരുന്നുവെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം പണിയാൻ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, മറ്റു വ്യക്തികൾക്കാണ് ഇതുവരെയും പ്രയോറിറ്റി കൊടുത്തിരുന്നുവെങ്കിൽ, നിങ്ങളെ മൈൻഡ് ചെയ്യാതെ എടുത്ത് മാറ്റിയിട്ടിരുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഫെമിനാൻ മസ്കുലൻ എനർജിയിലുള്ള വ്യക്തികളുമായിട്ട്, കാരണം അങ്ങനെയുള്ള കൂട്ടുകെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, രണ്ട് സിറ്റുവേഷനിലായിരിക്കുന്ന നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ ഗൈഡൻസിലൂടെ ഒരു നേരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുകയാണ്. ഇതുവരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനർജിയിലാണ് നിങ്ങളുടെ ലൈഫ് പോയിരുന്നെങ്കിൽ അതിന് ശരിക്കും സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ അവർ തയ്യാറാകുകയാണ്. ഓക്കെ, വീണ്ടും ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തീർച്ചയായിട്ടും ഒരാക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ അത് സ്പീഡല്ല, വളരെ സാവധാനത്തിലാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിച്ചത് ആ തെറ്റുകളെല്ലാം തിരുത്തി അവർ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ മാനസികമായിട്ടൊക്കെ ഒന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ടായിരുന്ന നെഗറ്റീവ് തോട്ട് എല്ലാം മാറി പോസിറ്റീവിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം, എന്ത് തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. 8 നമ്പർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുമോ, 9 നമ്പർ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ വന്നിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഈ ഒരു വിഷമസന്ധിയിൽ കൂടി, ഒരു വിഷമത്തിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ ഇതുവരെയും നിങ്ങളുടെ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനൊരു ടവർ വന്നിരിക്കുകയാണ്. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ടവർ തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമയമാണ്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ന്യൂ ബിഗിനിങ്ങിൽ ഓക്കെ, ഇതുവരെയും നിങ്ങൾക്ക് വന്നിരുന്ന വേദനകളും കരച്ചിലും എല്ലാം അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ്ട് 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ടവറിന് ശേഷം വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു ഫാമിലി, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും നിങ്ങളെ തള്ളിക്കളഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ഇല്ലാണ്ട് അവരുടെ ജീവിതം പൂർണ്ണതയിൽ എത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ എല്ലാം അവർ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അവർ സമ്പാദിച്ചെങ്കിലും അതിലൊന്നും അവർക്ക് തൃപ്തിയാവുന്നില്ല, അവർക്ക് അതിലൊന്നും സന്തോഷമാകുന്നില്ല. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു.
4 ഓഫ് പെൻഡിക്കിളാണ്. സെയിം ഈ പറഞ്ഞ അതേ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ നെഞ്ചോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ അവർ തീരുമാനിക്കുന്നില്ല. എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കാർമികമായിട്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നവർ വിശ്വസിക്കുന്നു. കാരണം അവർ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ ഗൈഡൻസ് എടുക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായി കാണും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു കാർമികമായിട്ടുള്ള സംഭവങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ്റെ ആവശ്യം വേണം എന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് തീരുമാനത്തിലാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ തീരുമാനം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് പേര് കാണുന്ന എനർജി ആയതുകൊണ്ട് എനർജിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ എനർജി ഈ റിലേഷനെ സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് അവരെടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഈ വീഡിയോ കാണുന്ന വ്യക്തി അവരുടെ റിലേഷനെ സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തി അവരുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തീരുമാനത്തിലാണ് നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് തീരുമാനത്തിലാണ് നിൽക്കുന്നത്? ഈ വീഡിയോ കാണുന്ന വ്യക്തി എന്ത് തീരുമാനത്തിലാണ് നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ പല ആൾക്കാരുമായിട്ട് നിങ്ങളുടെ റിലേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയെങ്കിലും നേരെയാക്കി കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മുടെ റിലേഷൻ്റെ കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കഴിയും മുതിർന്ന ആൾക്കാരെടുത്തോ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരെടുത്തോ മറ്റു പല വ്യക്തികളുമായിട്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ ടാരോ റീഡുകാരെടുത്തെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ലൈഫിൻ്റെ ഗതി എന്താണ്, ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷനെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം ഈ റിലേഷൻ നേരെയായി പോകണമെങ്കിൽ. കാരണം 3 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെൻഡിക്കിളാണ്. ഒന്നിലധികം ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷന് വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ വീട്ടുകാരോടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാരോ റീഡുമായിട്ടും ബന്ധപ്പെട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിലായിരിക്കും. നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് സ്ട്രെങ്ത് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമുള്ളൂ എന്നുള്ള ഒരു അറിവിനാൽ നിങ്ങളിപ്പോൾ എല്ലാവരും മാനസികമായിട്ട് തളർന്നു പോകാതെ എന്ത് തന്നെ വന്നിരുന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും തീരുമാനമെടുത്തിരിക്കുന്നു. പേഴ്സൺ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നിങ്ങളുടെ മനസ്സ് തളരാതെ മുന്നോട്ട് പോകണം, എന്തിനേയും ഫേസ് ചെയ്യാൻ തയ്യാറാകണം എന്ന് സ്വയം തീരുമാനിക്കുകയും ഡിവൈൻ്റെ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഉള്ളത്. എങ്കിലും നിങ്ങൾ സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സണെ. അൺകണ്ടീഷണലായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കേണ്ടത്. എന്തൊക്കെ ചെയ്തിരുന്നാലും, നിങ്ങൾ എത്രയൊക്കെ തള്ളി പറഞ്ഞിരുന്നാലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിരുന്നാലും ശരി തന്നെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മറക്കുവാൻ തയ്യാറല്ല. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അൺകണ്ടീഷണലായിട്ട് തന്നെ. 2 നമ്പറാണ് വന്നിരിക്കുന്നത്. 8 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഇതിൻ്റെ മാസങ്ങളുമായിട്ട് നിങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുക. 2 മന്ത് ഫെബ്രുവരി, 3 മന്ത് മാർച്ച്, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, അടുത്തത് 3 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ക്യാൻസർ വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ഏരീസ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തായിരുന്നാലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ചില ആൾക്കാർ എന്താണ് മുന്നോട്ട് ഇനി ലൈഫിൽ എങ്ങോട്ടാണ്, ഈ റിലേഷനിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണ് തീരുമാനം എടുത്തതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന വ്യക്തി എന്ത് തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്, എന്ത് ആലോചനയിലാണ്, എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് ഈ റിലേഷനെ സംബന്ധിച്ച്? ഈ വീഡിയോ കണ്ടിരിക്കുന്ന വ്യക്തി എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്? കിങ് ഓഫ് സോഡാണ്, സോറി, നൈറ്റ് ഓഫ് സോഡാണ്. എപ്പോഴും കിങ് ഓഫ് സോഡേ വരുള്ളൂ. നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് മെസ്സേജ് അയക്കും.
നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കാൻ പോകുന്നു. ഇനി ഈ ടാരോ റീഡും കാര്യങ്ങളൊന്നും കണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ അതും കേട്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെ വന്നിരുന്നാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോട്ട് മെസ്സേജ് അയക്കുവാനോ അല്ലെങ്കിൽ കോൾ ചെയ്യുവാനോ നിങ്ങളുടെ പേഴ്സണെ കാണുവാനോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള തീരുമാനമാണ് ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും എടുത്തിരിക്കുന്നത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, 2 ഓഫ് കപ്പിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തീർച്ചയായിട്ടും 2 ഓഫ് കപ്പ് ചെയ്തിരിക്കുന്നത് 3 ഓഫ് വാൺസിനെയാണ്. 3 ഓഫ് വാൺസും നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുന്നത് തന്നെയാണ്. നൈറ്റ് ഓഫ് സോഡും അതുപോലെ തന്നെയാണ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എത്രയും സ്പീഡിന് ഏറ്റവും സ്പീഡ് ഇവിടെയുള്ള കാർഡുകളിൽ ഏറ്റവും സ്പീഡുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു ക്ഷമയോടുകൂടി നിൽക്കാനുള്ള സമയമില്ല. ഓക്കെ, അത് തന്നെയാണ് 2 ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്ന 3 ഓഫ് വാൺസിനും ഉള്ളത്. നിങ്ങളിലേക്ക് 3 ഓഫ് വാൺസ് തന്നെ, ഈ ഒരു 3 ഓഫ് വാൺസ് തന്നെ ഇവിടെയും വന്നിരിക്കുന്ന, ഈ ഒരു 3 ഓഫ് വാൺസ് തന്നെ ഇവിടെയും വന്നിരിക്കുന്നു. ഓക്കെ, അടുത്തത് 8 ദ സ്ട്രെങ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്താണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകണം. പേഴ്സൺ എന്താണ് പറയുന്നത് ആ പറയുന്നത് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് താങ്ങാനുള്ള. പേഴ്സൺ ഇനിയിപ്പോൾ ചീത്ത വിളിച്ചിരുന്നാലും ശരി തന്നെ, എന്തൊക്കെ സംസാരിച്ചിരുന്നാലും ശരി തന്നെ, എനിക്ക് എൻ്റെ പേഴ്സണെ കാണണം, എനിക്ക് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് മിണ്ടണം, എൻ്റെ പേഴ്സണുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്ട്രെങ്താണ്. കാരണം പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്, ന്യൂ ബിഗിനിങ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി തന്നെ നിങ്ങൾക്ക് മിണ്ടണം. നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഇനി ക്ഷമയെ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ആകുന്നില്ല എന്നാണ് ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഇത്. നിങ്ങളുടെ പേഴ്സൺ എടുത്ത തീരുമാനമാണ് നേരത്തെ സംസാരിച്ചത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റിക്കിളിനെ ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളെ ഈ ആരടുത്താണ് ഈ സംസാരിക്കുന്നത് മൊത്തം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ സംസാരിക്കുന്നത് മൊത്തവും നിങ്ങളുടെ വേദനയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വേദന തന്നു, അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, മറ്റത് തന്നു. ശരിയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നത് കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ അത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് പോയത്, നിങ്ങൾ എങ്ങനെ വിട്ടേച്ച് പോയി, അല്ലെങ്കിൽ എത്ര വേദന തന്നു, ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം പേഴ്സണെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പേഴ്സൺ ചെയ്തിട്ടുള്ള ആ വേദനകളെല്ലാം കമൻറ്റിൽ അഫർമേഷൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇട്ടേച്ച് പോയിൽ നിങ്ങൾ അതീവ വേദനയിലാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വേദനയ്ക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് വാൺസ് ആണ്. 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സംസാരിക്കുന്നത് മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പെയിന്, നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തത് കൊണ്ടുള്ള നിങ്ങളുടെ വേദനയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്തെങ്കിൽ നിങ്ങളുടെ വേദന കുറയ്ക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സണ്ണാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഒരുപാട് സ്നേഹങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാര്യമാണ് ഈ റിലേഷൻ ഏറ്റവും പോസിറ്റീവായി തീരുന്നതിന്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതിന് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് ഈ റിലേഷൻ പോസിറ്റീവായി കിട്ടുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക, നിങ്ങൾ പോസിറ്റീവായിരിക്കുക. 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയെ നല്ല രീതിയിൽ ഹാപ്പിയായി വയ്ക്കുക. നിങ്ങൾ ഓരോ നിമിഷവും ഹാപ്പിയായി ഇരിക്കുക. ഓക്കെ, നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സന്തോഷമുള്ള വ്യക്തിയായിരുന്നോ അതുപോലെ നിങ്ങളുടെ സോളിനെ സന്തോഷപ്പെടുത്തി വയ്ക്കുക. ഓക്കെ, നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾ
ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വറീഡ് അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ, ആ ഒരു സംഭവം പോലെ നിങ്ങൾ കുഞ്ഞിനെ പോലെ ആയിത്തീരുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും വിചാരങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ പോസിറ്റീവ് ആകുക. നിങ്ങളൊരു ഫ്ലവർ പോലെ ആയിത്തീരുക, ഏറ്റവും മനോഹരമായി തീരുക. നിങ്ങളുടെ ഇമോഷനൊക്കെ എന്ന് പറയുന്നത് സന്തോഷമായി തീരുക, അല്ലാതെ കരയുന്ന ഇമോഷനല്ല. ഫ്ലവറാണ് വന്നിരിക്കുന്നത്, ഏറ്റവും വിടർന്ന് നിൽക്കുന്ന സന്തോഷമുള്ള ഫ്ലവർ ആകുക. ഇത് തന്നെയാണ് ഞാൻ എല്ലാ റീഡിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, പോസിറ്റീവ് ആകുക. പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്ന ഈ തീരുമാനവും നിങ്ങളെടുത്തിരിക്കുന്ന ഈ തീരുമാനവും കറക്റ്റ് ആകുമോ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് വിഷമിച്ച് ഇതുപോലെ നെഗറ്റീവും പറഞ്ഞ് മറ്റുള്ളവരെടുത്ത് ഇത്രയും ആൾക്കാരുടെ അടുത്തൊക്കെ വിളിച്ചു നിർത്തി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇത്രയും നെഗറ്റീവും, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തന്നിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങളെ സംബന്ധിച്ചത് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങളുടെ പേഴ്സൺ വന്നതിന് നന്ദി, ഓരോ പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സൺ വന്നതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. നിങ്ങളുമായിട്ട് ഇനി ഒരു റീയൂണിയൻ അസാധ്യമായിട്ടുള്ള സന്ദർഭമാണെങ്കിൽ പോലും, കാരണം മറ്റ് റിലേഷനുള്ള വ്യക്തികൾ, ഫാമിലി ഉള്ള വ്യക്തികൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, ഒരുമിച്ച് താമസിക്കുക എന്നുള്ള അസാധ്യമാണെങ്കിൽ തന്നെയും നിങ്ങൾ ഈ ഒരു പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ നിങ്ങളൊരു നല്ല സുഹൃത്തായി അവരോടൊപ്പം തന്നെ ഏത് കാര്യത്തിലും കൂടെ കാണുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റീഡിങ് കൂടിപ്പോയോ? നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നും കൂടി നോക്കാം. ഒരു പുതിയ കാർഡ് വന്നിട്ടുണ്ട്. എത്ര നാളിനുള്ളിൽ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് എത്ര നാളിനുള്ളിൽ വരും? എത്ര സമയത്തിനുള്ളിൽ നിങ്ങളിലൊരു കോൾ മെസ്സേജ് വരും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എത്ര നാളിനുള്ളിൽ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് വരും? നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കോൾ മെസ്സേജ് വരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ സമയത്ത്, ഡിവൈൻ്റെ സമയത്ത് തന്നെ അത് നടക്കും. അതിന് പ്രത്യേകിച്ച് നമ്മളിന് സമയം പറയാൻ പറ്റില്ല. ഡിവൈൻ്റെ സമയത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻ ഇത് നടക്കും. ഡിവൈന് സമയം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഹാപ്പി ആയിരിക്കുക, നിങ്ങളുടെ സോളിനെ ഹാപ്പി ആക്കി വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിരിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കുഞ്ഞുനാളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ നിങ്ങൾ തുള്ളിച്ചാടുന്ന രീതിയിൽ സന്തോഷിക്കുക. പക്ഷെ പ്രായമായെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് തുള്ളിച്ചാടുക. ഓക്കെ, കാരണം നമുക്ക് എന്ത് വിഷമം വന്നിരുന്നാലും ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വിഷമം പോലും, ആ കണ്ണീര് പോലും നാണിച്ച് പൊക്കളയും. ഓക്കെ, ഇവരുടെ അടുത്ത് ഈ വിഷമം കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവർ നല്ല ഹാപ്പിയാണ്, ഇവരുടെ അടുത്ത് ഒരു ഇതും നടക്കത്തില്ല, കാരണം ഇവർ പോസിറ്റീവ് എനർജിയാന്ന് പറഞ്ഞ് ആ വിഷമം പോലും നെഗറ്റീവൊക്കെ മാറി പൊക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് റെസണേറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.